ബലൂചിസ്ഥാനിൽ ഓപ്പറേഷൻ ഹരോഫ് 2 എന്ന പേരിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയതായി അറിയിച്ചിരിക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. പാകിസ്ഥാൻ ആർമി, ഫ്രോണ്ടിയർ കോർപ്സ്, പോലീസ്, ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള 362-ലധികം ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടലുകളിലും പതിയിരുന്നുള്ള ആക്രമണങ്ങളിലും മറ്റ് ഓപ്പറേഷനുകളിലും കൊല്ലപ്പെട്ടതായും സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനുവരി 31 പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച് ഫെബ്രുവരി 6 വൈകുന്നേരം 4 മണിക്ക് അവസാനിച്ച 6 ദിവസത്തെ ഓപ്പറേഷനിൽ 14 നഗരങ്ങളിലായി 76-ലധികം ആക്രമണങ്ങൾ അവരുടെ പോരാളികൾ നടത്തിയതായി സംഘടന വ്യക്തമാക്കി. ഈ ആക്രമണങ്ങളിൽ പലതും ഒരേ സമയം ഏകോപിപ്പിച്ച രീതിയിലാണ് നടത്തിയതെന്ന് BLAയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മജീദ് ബ്രിഗേഡ്, ഫത്തേ സ്ക്വാഡ്, സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ്, ഇന്റലിജൻസ് വിംഗ്, സിറാബ്, മീഡിയ വിംഗ്, ഹക്കൽ എന്നീ പ്രധാന യൂണിറ്റുകൾ ഓപ്പറേഷനിൽ പങ്കെടുത്തതായി BLA അറിയിച്ചു. മജീദ് ബ്രിഗേഡിലെ 50 ഫിദായിൻ ഉൾപ്പെടെ 93 പോരാളികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതായും സംഘടന അവകാശപ്പെടുന്നു. അതേസമയം ഈ കാലയളവിൽ സുരക്ഷാ സേന 200-ലധികം തീവ്രവാദികളെ കൊന്നതായി പാകിസ്ഥാൻ സർക്കാർ വാദിക്കുന്നുണ്ട്. തങ്ങളുടെ പോരാളികൾ 17 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതായും അവരിൽ 10 പേരെ മുന്നറിയിപ്പോടെ വിട്ടയച്ചതായും 7 പേരെ ഇപ്പോഴും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് BLA അവകാശപ്പെട്ടു. യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് അസംഘം അറിയിച്ചു. ഓപ്പറേഷനിൽ സൈനിക താവളങ്ങൾ, ചെക്ക് പോസ്റ്റുകൾ, പോലീസ് സ്റ്റേഷനുകൾ, മറ്റ് ഘടനകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും ആയുധങ്ങളും ഉപകരണങ്ങളും പിടിച്ചെടുത്തുവെന്നും അവർ അവകാശപ്പെട്ടു. ബലൂചിസ്ഥാനിലെ സംഘർഷത്തെക്കുറിച്ച് വ്യത്യസ്ത കണക്കുകൾ പുറത്തു വരുമ്പോൾ നിലവിലെ പോരാട്ടം യുദ്ധക്കളത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന് സമ്മതിക്കേണ്ടി വരും. വൻതോതിലുള്ളതും സംഘടിതവുമായ ആക്രമണങ്ങളുടെ ആഘാതം പാകിസ്ഥാനിലും ആഗോളതലത്തിലും അലയടിക്കുന്നുണ്ട്. ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ, സുരക്ഷാ സേനകൾ, ചൈന പോലുള്ള വിദേശ നിക്ഷേപകർ എന്നിവർക്കിടയിൽ ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണിപ്പോൾ. തുടർച്ചയായ ആക്രമണവും അരക്ഷിതാവസ്ഥയും വിദേശ നിക്ഷേപകരെ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിക്ഷേപിക്കാൻ മടിക്കുന്നു. കൂടാതെ ബലൂചിസ്ഥാനിലുടനീളമുള്ള 14 നഗരങ്ങളെയാണ് ആക്രമണത്തിന് ഇരയാക്കിയത്. ബലൂച്ച് പോരാളികൾ ഒരേ സമയം ആക്രമണം നടത്തുകയും നിരവധി ശത്രു പോസ്റ്റുകൾ, സൈനിക സ്ഥാപനങ്ങൾ, നഗരമേഖലകൾ എന്നിവയിൽ ഫലപ്രദമായ നിയന്ത്രണം സ്ഥാപിക്കുകയും ചെയ്തു. പല നഗരങ്ങളിലും തുടർച്ചയായി 6 ദിവസം BLA യൂണിറ്റുകൾ അധിനിവേശ സേനകളുടെ മേൽ തടസ്സമില്ലാതെ ആധിപത്യം നിലനിർത്തി. ശത്രുവിന് കാര്യമായി രാഷ്ട്രീയ, മാനസിക, സൈനിക നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. പാകിസ്ഥാൻ ആർമി, ഫ്രോണ്ടിയർ കോർപ്സ്, പോലീസ്, സർക്കാർ സ്പോൺസർ ചെയ്ത ഡെത്ത് സ്ക്വാഡുകൾ എന്നിവരുൾപ്പെടെ 362-ലധികം ശത്രു സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞത് 17 പാകിസ്ഥാൻ സൈനികരെ പിടികൂടി. അവരിൽ 10 പേരെ ബലൂച്ച് പൗരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ മുന്നറിയിപ്പോടെ വിട്ടയച്ചു. മറ്റ് 7 പേർ ഇപ്പോഴും BLA കസ്റ്റഡിയിലാണ്. യുദ്ധക്കുറ്റങ്ങൾക്കും വംശഹത്യയ്ക്കും വിചാരണ നേരിടേണ്ടി വരും. ഡസൻ കണക്കിന് സൈനിക സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ആയുധശേഖരം പിടിച്ചെടുത്തു. ഏകീകൃതവും അച്ചടക്കമുള്ളതുമായ ചെറുത്തുനിൽപ്പ് അധിനിവേശ രാജ്യത്തിന്റെ സൈനിക മേധാവിത്വത്തിന് ഗണ്യമായ പ്രഹരമേൽപ്പിച്ചു. മജീദ് ബ്രിഗേഡ്, STOS, ഫത്തേ സ്ക്വാഡ്, സിറാബ്, ഹക്കൽ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പ്രധാന BLA യൂണിറ്റുകളും ഓപ്പറേഷനിൽ പങ്കെടുത്തതായി അദ്ദേഹം അറിയിച്ചു. ഓപ്പറേഷനിൽ 93 BLA പോരാളികൾ രക്തസാക്ഷികളായി. ഇതിൽ മജീദ് ബ്രിഗേഡിൽ നിന്നുള്ള 50 ഫിദീനുകളും ഫത്തേ സ്ക്വാഡിൽ നിന്നുള്ള 26 പോരാളികളും സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡിൽ നിന്നുള്ള 17 പേരും ഉൾപ്പെടുന്നുവെന്നും അറിയിച്ചു. ഓപ്പറേഷന്റെ അവസാനം ഹെറോഫ് 2ന്റെ എല്ലാ തന്ത്രപരവുമായ ലക്ഷ്യങ്ങളും പൂർണ്ണമായും പൂർത്തീകരിച്ചുവെന്നും BLA സ്ഥിരീകരിച്ചു. ബലൂച്ച് പോരാളികൾക്ക് നഗര കേന്ദ്രങ്ങളെ ഇഷ്ടാനുസരണം ആക്രമിക്കാനും നിയന്ത്രിതമാക്കാനുമുള്ള കഴിവ് പ്രകടിപ്പിക്കുക, ഈ ചെറുത്തുനിൽപ്പ് കൂട്ടായ ശക്തിയിലും സംഘടന അച്ചടക്കത്തിലും വേരൂന്നിയതായെന്നും ബലൂച്ച് രാഷ്ട്രത്തിന് വീണ്ടും ഉറപ്പിക്കുക, അധിനിവേശ ശക്തികൾ ബലൂചിസ്ഥാനിലുടനീളം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച അനിയന്ത്രിതമായ അധികാരത്തിന്റെ മിഥ്യാധാരണ ഇല്ലാതാക്കുക എന്നിവയാണ് ഈ ഓപ്പറേഷന് 3 പ്രധാന ലക്ഷ്യങ്ങളെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.